Audio Jungle. Audio Jungle. ഹലോ, ടേൽസ് ഓഫ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയനാണ്. അതിനുവേണ്ടി മീഡിയം സൈസിലുള്ള ഒരു കോളിഫ്ലവർ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ കോളിഫ്ലവർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കോളിഫ്ലവർ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൽ ചെറിയ പ്രാണികളോ പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുവേണ്ടി 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അത് തിളച്ച് വരുമ്പോഴേക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനുവേണ്ടി 4 ടേബിൾ സ്പൂൺ മൈദമാവാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. മൈദമാവിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇപ്പോൾ ഞാൻ ഇടുന്നത്. ഈ കോൺഫ്ലോറും മൈദമാവും ഒക്കെ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ അരിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ റൈസ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. സോസിലും ഉപ്പുള്ളത് കൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ മൊത്തം 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ തിക്കായിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തിളപ്പിച്ചെടുത്ത കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ. കോളിഫ്ലവർ തിളപ്പിച്ചതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വെക്കണം. വെള്ളം നന്നായിട്ട് പോയതിന് ശേഷമാണ് നമ്മൾ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബാറ്റർ നന്നായിട്ട് പിടിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് പൊളിഞ്ഞു പോരും കേട്ടോ. പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകാതെ ഇട്ട് കൊടുത്താലും ഇതിങ്ങനെ പൊളിഞ്ഞു പോരും കേട്ടോ. കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്തതും, ഒരു ഹോൾ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും, 2 പച്ചമുളക് അരിഞ്ഞതും, പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷൻ കട്ട് ചെയ്തെടുത്തത്, അതായത് സ്പ്രിംഗ് ഒനിയൻ്റെ കടഭാഗം ഇല്ലേ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വൈറ്റ് പോർഷൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഒരു സവാളയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കും സവാള ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്തതും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. എല്ലാം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് സോസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. ആദ്യം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തത്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ സോസ് നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കാൻ കാരണം പാനിലേക്ക് ഓരോ സോസായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ഒഴിച്ച സോസ് കത്തുപിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ സോസ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വഴറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. അളവ് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് നല്ല ഉപ്പായിരിക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ചേർക്കുന്നത്. ഞാൻ ആകെ 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമുക്ക് 1/2 ഗ്ലാസ് വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ ഒഴിച്ച് അപ്പം തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. കോൺഫ്ലോർ പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ കട്ട പിടിക്കാതെ വേണം ഇളക്കി എടുക്കാനായിട്ട്. ഇനിയാണ് ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കും വലിയ ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുത്ത ഒരു സവാളയും ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കും സവാള ഇടുന്ന വീഡിയോ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടോ. ഇട്ടതിന് ശേഷമാണ് ഞാൻ ഓർക്കുന്നത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. ക്യാപ്സിക്കും സവാളയും ഓവറായിട്ട് കുക്കായി പോവരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സോസ് ഒഴിച്ചതിന് ശേഷം ചേർത്തത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കും സവാളയൊക്കെ ഇഞ്ചിയും പച്ചമുളകൊക്കെ വഴറ്റുന്ന ടൈമിൽ ചേർക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. കോളിഫ്ലവർ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് പതിയെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ എടുത്തത് ചെറിയ പാനായിപ്പോയി. അപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരുന്നു.
മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ ചേർത്ത് പതിയെ ഇളക്കി കൊടുക്കാം കേട്ടോ. പതിയെ ഇളക്കാൻ പറയുന്നത് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്ത ബാറ്ററില്ലേ അത് അതിൽ നിന്ന് വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലാസ്റ്റ് നമുക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പോർഷൻ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ വൈറ്റ് പോർഷനാണ് ചേർത്ത് കൊടുത്തത്, അതായത് ഏറ്റവും താഴ്ഭാഗം. ഇത് ഏറ്റവും മുകൾ ഭാഗമാണ് കേട്ടോ ഗ്രീൻ പോർഷൻ എന്ന് പറയുന്നത്. അത് ചേർത്ത് വീണ്ടും പതിയെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.